എത്ര വലിയ തിരിച്ചടിയിലും ആത്മവിശ്വാസത്തെ കൈവിടരുത്. ആത്മവിശ്വാസം കൈവിട്ടു പോയാൽ, ഞാൻ എന്ന ബോധം അങ്ങ് നശിച്ചു പോയാൽ, അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ ഞാൻ എന്ന ബോധത്തെക്കുറിച്ച് പറയാറുണ്ട്, പക്ഷെ അത് വേണ്ട. പക്ഷെ അല്ലാതെ ഞാൻ, എൻ്റെ ബോധം അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നതിനെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും. വിജയം പോലെ തന്നെ പരാജയത്തിലും ഒരു ജയം കിടപ്പുണ്ട്. അത് നാം തിരിച്ചറിയണം. 2 വാതിലുകൾ ഉണ്ടെങ്കിൽ അതിൽ 2 പീസുള്ള വാതിലുണ്ടെങ്കിൽ ഒരു വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ മറ്റൊരു വാതിൽ ചിലപ്പോൾ തുറന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തുറന്ന വാതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു വാതിൽ അടയുമ്പോൾ 7 വാതിൽ തുറക്കും എന്നാണ് പഴമൊഴി. അപ്പോൾ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരു വാതിൽ അടയുമ്പോൾ 7 വാതിൽ തുറക്കപ്പെട്ട് കിടക്കും. നിങ്ങൾ അടഞ്ഞ വാതിലുകൾ കാണാതെ തുറന്നു കിടക്കുന്ന വാതിലുകളെ കാണണം. പ്രപഞ്ചത്തോളം വിശാലമായി ജീവിക്കുവാൻ കഴിയുന്ന മാനവരാശി ഇവിടെ വന്നതിന് ശേഷം കിണറ്റുകളിൽ കിടക്കുന്ന തവളകളെപ്പോലെ ചിന്തിക്കരുത്. മഹാസാഗരമാണ് മുന്നിലുള്ളതെന്നറിയണം. പരുന്തിനെപ്പോലെ നമുക്ക് പറക്കുവാൻ കഴിയണം. കുതിരയെപ്പോലെ അശ്വമേധയാഗം നടത്തുവാൻ കഴിയണം. യാഗം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യജ്ഞമെന്നും പഴയതുപോലെ പൂജ എന്നുള്ളതല്ല. കൃത്യമായ, സമഗ്രമായ, ശാസ്ത്രീയമായ, യുക്തിപരമായ, ഇൻറ്റൻസീവായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ യാഗം എന്ന പദം ഇവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ആത്മവിശ്വാസം നമ്മൾ എല്ലാ സമയത്തും കൊണ്ടുപോകണം. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യകളിലേക്ക് പോകുന്നത്, സ്വയം ഇല്ലാതാകാൻ പോകുന്നത്. നമ്മളിവിടെ വന്നത്, ഈ ഭൂമിയിൽ വന്നത് ജീവിക്കാനാണ്. ഏത് സാഹചര്യം മനുഷ്യനുണ്ടെങ്കിലും ആ സാഹചര്യത്തെല്ലാം മുറിച്ചു കിടക്കുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത്. ആത്മഹത്യ നിയമപരമായി കുറ്റമാണ്. ആത്മഹത്യ പ്രേരണ പോലും കുറ്റമാണ്. എന്തുകൊണ്ടത് കുറ്റമാക്കി വച്ചു? തീർച്ചയായും ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു മാനസിക തലമാണ്, ഒരാത്മാവിൻ്റെ ചിന്തയാണ്, ജീവൻ്റെ പുതിയ ചിന്തകളിലൂടെയാണ് അത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ എപ്പോഴും ഉയരങ്ങളിലേക്ക്, ഉയർച്ചകളിലേക്ക് വിടണം. അതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാന കാര്യം ഇന്നലകളെ മറന്നേക്കുക. ആവശ്യമില്ലാത്തത് ചർച്ച ചെയ്യാതിരിക്കുക. നമ്മൾ ചരിത്രം പഠിക്കണ്ടേ, ചരിത്രത്തിൻ്റെ വേദികൾ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിന്? ഇന്നലകളെ ആവശ്യമില്ലാതെ ഓർത്തു വച്ച് ഇന്നിൻ്റെ സൗന്ദര്യം കളയരുത് നാം. നാളെയുടെ ആവശ്യമില്ലാത്ത ഭ്രമങ്ങളിലേക്ക് പോയി അതിനും സമയം കളയരുത്. ഇന്നിൽ ജീവിക്കുക. ഇന്നിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഹാരിത വളരെ വലുതാണ്. അതിന് നമുക്ക് വേണ്ട ഏറ്റവും വലിയ സിദ്ധ ഔഷധം തന്നെയാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം കിട്ടുന്നതിനുള്ള ഏതൊരു പ്രവൃത്തിയും, അത് കായികമാകട്ടെ, മാനസികമാകട്ടെ, നല്ല ഭക്ഷണമാകട്ടെ, വസ്ത്രം ധരിക്കലാകട്ടെ, കായിക പരിപാടികളിൽ പങ്കെടുക്കുന്നതാകട്ടെ, വിനോദമാകട്ടെ, വിജ്ഞാനമാകട്ടെ, വായനയാകട്ടെ, ഏത് തരത്തിലും ആത്മവിശ്വാസം വളർത്തുവാനുള്ള മരുന്നുകൾ, ക്യാപ്സൂളുകൾ കഴിച്ചോളൂ. മറ്റൊന്നും ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കില്ല. ആത്മവിശ്വാസമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം.